അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങിയിരിക്കുകയാണ്. ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. തിരുവനന്തപുരത്ത് ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടയുന്നുണ്ട്. റോഡ് ഉപരോധത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം കടകൾ തുറക്കുമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരിമോഹൻ തിരുവനന്തപുരത്തു നിന്നും, അഖിൽ കെ കോട്ടയത്തു നിന്നും വിവരങ്ങൾ നൽകും. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, ഇപ്പോൾ തമ്പാനൂരിൽ ഉപരോധമാണ്. സംഘടന ശക്തമായ ഹർത്താലിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് പ്രവർത്തകർ ഇപ്പോഴും തടിച്ചുകൂടിയിരിക്കുന്നത്. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഹർത്താലിലേക്ക് തന്നെയാണ് പ്രവർത്തകർ എത്തിച്ചേർന്നത്. ഇപ്പോൾ KSRTC ബസ്സുകൾ റോഡിൽ തടഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു നില കൂടി തിരുവനന്തപുരം നഗരത്തിലുണ്ടായി. അതായത് രാവിലെ 6 മണിക്ക് ഹർത്താൽ ആരംഭിച്ച 6:00 കൂടി തന്നെ പ്രവർത്തകർ വാഹനം തടയുന്ന നിലയിലേക്ക് എത്തി. ഇവിടെ KSRTC ബസ്സാണ് പ്രധാനമായിട്ടും തടയുന്നത്. അതായത് തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ സമരത്തിന്റെ ഹർത്താലിന്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ഒപ്പം തന്നെ സർവീസ് നടത്താൻ പാടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുകയാണ്. കനത്ത പോലീസ് സുരക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ട ഈ വാഹനങ്ങളെല്ലാം തന്നെ, ബസ്സുകളൊക്കെ തന്നെ സർവീസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. സ്വകാര്യ വാഹനങ്ങളും തടയുന്നു, ഓട്ടോ അടക്കം തടയുന്ന നിലയുണ്ടായി. അതായത് ഈ ഹർത്താലിനോട് സഹകരിക്കണം എന്നുള്ള ആവശ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനൊപ്പം ഈ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കൂടി ഇന്നത്തെ ഹർത്താൽ മാറി എന്നുള്ളതാണ്. രാവിലെ തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സമരം ഹർത്താൽ വാഹനങ്ങൾ തടയുന്ന നിലയിലേക്ക് എത്തില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് വാഹനങ്ങൾ തടയുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. കുറച്ചുനേരം ഒരു സംഘർഷത്തിന്റെ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഒരു സംശയം വരെ ഉണ്ടായിരുന്നു. കാരണം KSRTC തടഞ്ഞ് ഡോർ തുറന്ന് ഡ്രൈവർക്ക് നേരെ കയർക്കുന്ന നിലയിലേക്ക് വരെ പ്രവർത്തകർ എത്തി. ഇപ്പോഴും പോലീസുകാരുമായി ബസ് കണ്ടക്ടർ, അതായത് KSRTC ബസ് കണ്ടക്ടറും ഈ സമരാനുകൂലികളും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. അത്തരത്തിൽ പോലീസ് ഇടപെടുന്നു. അങ്ങനെ ചെറിയ തോതിൽ ഒരു സമരം ഒരു സംഘർഷത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു വാക്കേറ്റത്തിന്റെ രൂപത്തിലോ ഒക്കെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ, നെടുമങ്ങാട്, കാട്ടാക്കട അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സമാനമായി തന്നെ KSRTC ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു ഹർത്താൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്നിപ്പോൾ പക്ഷേ ജനജീവിതത്തെ നോക്കുകയാണെങ്കിൽ വാഹന ഗതാഗതം അല്ലെങ്കിൽ വാഹനങ്ങളെല്ലാം തന്നെ രാവിലെ നിരത്തിലിറങ്ങി കടകമ്പോളങ്ങൾ തുറക്കുന്നുണ്ട്. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ വാഹനങ്ങൾ കൃത്യമായി ഓടുമെന്നുള്ളത് KSRTC CMT തന്നെ ഇന്നലെ വ്യക്തമാക്കി. കടകൾ തുറക്കും, ഹോട്ടലുകൾ തുറക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കടകമ്പോളകൾ തുറക്കും എന്നുള്ള കാര്യമായിരുന്നു ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഈ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ഹർത്താലിനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഹർത്താലാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഹർത്താൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്നത്തെ ഹർത്താൽ പൂർണ്ണമാക്കാൻ കേരളം മുഴുവനും ഇതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരാളിനെ കൊല ചെയ്യപ്പെട്ടിട്ട് നാളിതുവരെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെയും ഇനി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവൻ ത്യജിച്ചാൽ പോലും ഈ ഹർത്താൽ വിജയിപ്പിക്കുവാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഞാൻ ലോക് ജനശക്തി പാർട്ടിയുടെ മെഡിക്കൽ വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എല്ലാവർക്കും അറിയാം ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഈ നിലവിൽ സമരത്തിൽ നിരവധി ദളിത് സംഘടനകൾ, നിതിൻ രാജിന്റെ ആക്ഷൻ കൗൺസിൽ എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ ദിവസത്തെ ഒരു ഹർത്താൽ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണോ? നിതിൻ രാജിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള തുടർ പോരാട്ടങ്ങളും തുടർ പോരാട്ടമാണ്. ഇന്നലെ തന്നെ നമ്മുടെ ലോക് ജനശക്തി പാർട്ടിയുടെ പേരിൽ ഇന്നലെ നിരാഹാര സമരം നമ്മൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിരുന്നു. എല്ലാം കേരള സംസ്ഥാനത്തെ തന്നെ എല്ലാ ജില്ലകളിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രതിഷേധമാണ് നടക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോഴും പ്രതികൾ കാണാമറയത്ത് എന്നുള്ളതാണ്. അത് പോലീസിന്റെ ഒത്തുകളിയാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സംഘടനകൾ ഉയർത്തുന്ന. കുടുംബവും അത് തന്നെ പറയുകയാണ്. ഇതുവരെയായിട്ടും ഡോക്ടർ റാമിനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ലേ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അഖിൽ കോട്ടയത്ത് നിന്ന് വിവരം നൽകും. കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിന് മുൻപിൽ സമരാനുകൂലികൾ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഖിൽ, കോട്ടയത്തും ഈ സംയുക്ത ദളിത് സംഘടനകളുടെ സംയുക്തമായുള്ള ഈ ഹർത്താൽ ശക്തമായി തന്നെ തുടങ്ങിയിരിക്കുന്നു, അല്ലേ? സ്മൃതി, തീർച്ചയായും ശക്തമായി തന്നെ പ്രതിഷേധമാണ്. നമ്മളിപ്പോൾ കാണുന്നത് 2 KSRTC ബസ്സുകളെയാണ് ഇപ്പോൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വാഹനം ഓഫാക്കിയിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ലോറികളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞിരുന്നു. പിന്നീട് പോലീസ് അത് ഇടപെട്ട് ആ വാഹനങ്ങളെ പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നീട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ കടുത്ത പ്രതിഷേധത്തിലേക്ക്, അതായത് ഈ KSRTC ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ കടത്തി വിടില്ല എന്ന ഒരു ഉറച്ച തീരുമാനം. അതായത് ഒരു 5 മിനിറ്റെങ്കിലും വാഹനങ്ങൾ നിർത്തിയിട്ട ശേഷം മാത്രം പോയാൽ മതി എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് പോലീസും കാര്യങ്ങൾ പറഞ്ഞ്
മനസ്സിലാക്കാൻ പോലീസ് തന്നെ പ്രയാസപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് MC റോഡാണ്, കോട്ടയം MC റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. ആ റൂട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ MC റോഡിൽ തടഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാരെ സംബന്ധിച്ചോളം ഉണ്ടാകും. കേരളത്തിൽ തന്നെ കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ ആ റോഡിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതായത് എറണാകുളം ഭാഗത്തേക്കും അതുപോലെ തന്നെ ഏറ്റുമാനൂർ ഭാഗത്തേക്കും ഒക്കെ പോകുന്ന റൂട്ടാണ്. അവിടെയാണ് ഇപ്പോൾ ഈ 2 KSRTC ബസ്സുകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. 5 മിനിറ്റെങ്കിലും, അതായത് ഇത്തരത്തിൽ വരുന്ന വാഹനങ്ങൾ 5 മിനിറ്റെങ്കിലും നിർത്തിയിട്ട ശേഷം മാത്രമേ കടത്തിവിടൂ എന്നൊരു ശക്തമായ നിലപാട് തന്നെയാണ് എന്തായാലും പ്രവർത്തകരടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. ഈ രാവിലെ മുതൽ തന്നെ ഈ നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഈ ഒരു പ്രതിഷേധത്തിൽ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആവശ്യം പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നൊരു ഭാഷ്യത്തെ നമ്മൾ അനുസരിക്കുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ നിരന്തരമായി നടക്കുന്ന നിഷ്ഠൂരമായ ജാതി കൊലകളുടെ ഒടുവിലത്തെ ഇരയായ നിതിൻ രാജിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. സ്വാശ്രയ കോളേജിനകത്ത് കോടികൾ കൊടുത്ത് അവർക്ക് കിട്ടാവുന്ന ഒരു അഡ്മിഷൻ സീറ്റിലേക്ക് മെറിറ്റോടെ പാസ്സായി റിസർവേഷൻ ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥിയെ അവിടെ നിന്ന് പുകച്ചു പുറത്തു കാണിക്കാൻ വേണ്ടി ലോൺ ആപ്പ് എന്ന ഭാഷ്യം ഉണ്ടാക്കിക്കൊണ്ട് നടത്തിയ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ നീതി നിതിൻ രാജിന്റെ കുടുംബത്തിന് വിടുവാനാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് വാഹനങ്ങളൊന്നും അങ്ങനെ കാര്യം തടയുന്നില്ല എന്നുള്ള, പക്ഷേ ഇന്നിപ്പോൾ രാവിലെ തന്നെ വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട്. തടയുന്നില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്, നമ്മളോട് സഹകരിക്കുക. ഈ സമരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി ക്രൂരതയ്ക്കെതിരെയുള്ള സമരം എന്നാണ്. ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചത്. ഞങ്ങൾ പറഞ്ഞത് എല്ലാ വ്യാപാരി വ്യവസായി കൗൺസിൽ അടക്കമുള്ളവരോട് നമ്മൾ ആവശ്യപ്പെട്ടത് സമാധാനപരമായി ഞങ്ങളോട് സഹകരിക്കുക എന്നുള്ളതാണ്. വാഹനങ്ങൾ തടയില്ല എന്നല്ല പറഞ്ഞത്. അത് മാധ്യമങ്ങൾ ഈ സമരം പൊളിക്കാൻ വേണ്ടി ഇറക്കിയ ഭാഷ്യമായിരുന്നു. വാഹനങ്ങൾ തടയുമെന്ന് തന്നെയാണ്. ഹോസ്പിറ്റല്, അതുപോലെ ഇത് പാല്, അത്യാവശ്യം, അതായത് ഇതിനു മുമ്പ് നടത്തിയ എല്ലാ സമരങ്ങളിലും എങ്ങനെയാണ് പല ഗതാഗതം, ഇലക്ട്രിസിറ്റി പോലെയുള്ള, ഹോസ്പിറ്റൽ പോലെയുള്ളത് തടയുന്നില്ല. ബാക്കിയുള്ളത് നമ്മൾ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹകരിപ്പിക്കുക അതാണ്. വാഹനങ്ങൾ തടഞ്ഞുള്ള ശക്തമായ സമരം തന്നെയാണ് ഇപ്പോൾ സംയുക്ത ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോഴും ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. റോഡ് തടയുന്നതിന്റെ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസുമായി ഒരു തർക്കം അവിടെ ഉടലെടുത്തിരിക്കുന്നു. കോട്ടയത്തെ കാഴ്ചയാണ് ഇത്. തലസ്ഥാനത്തും നമ്മൾ കണ്ടതാണ്. തമ്പാനൂരിൽ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധം, ബസ്സുകൾ തടയുമ്പോൾ പോലീസുമായി ഒരു വാക്കേറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ വർഗീയതയ്ക്ക് കൂട്ടു നിൽക്കുക. അതെ, വടക്കൻ പറവൂരിലും പ്രതിഷേധമുണ്ട്. വടക്കൻ പറവൂരിൽ ദളിത് സംഘടനകളുടെ പ്രതിഷേധം. പറവൂർ കച്ചേരിപ്പടിയിലാണ് വാഹനങ്ങൾ തടയുന്നത്. എല്ലായിടത്തും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ശക്തമായ സമരത്തിലേക്ക് തന്നെ ദളിത് സംഘടനകൾ കടന്നിരിക്കുകയാണ്. ഇത് എറണാകുളത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. വടക്കൻ പറവൂരിൽ നിന്നുള്ള വാഹനങ്ങൾ തടയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എല്ലായിടത്തും സമരം സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമായി ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ ദളിത് സംഘടനകൾ സംയുക്തമായി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.